ഇങ്ങനൊരു ഐഡിയ തോന്നിയപ്പോ നിന്റെ മനസ്സ് വെച്ചാ പോരെ? അത് അബുവിനോട് പറയാൻ പോയത് എന്തിനാ? ഇപ്പൊ പകുതി അവനും കൊടുക്കണ്ടേ? കൊടുക്കണം. എടാ ബുദ്ധി വേണം, ബുദ്ധി. എനിക്ക് ഇത്ര ബുദ്ധിയേ ഉള്ളന്നേ. ഇതിന്റെ ഒരു പങ്ക് കിട്ടണമെന്ന് വലിയ ആർത്തിയൊന്നും അബുവിനില്ല. എങ്കിലും അവൻ പിന്മാറിക്കോട്ടെ, നമുക്ക് ഇൻഫോം ചെയ്യാം. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിൽ ഞാനിവിടെ വരാം. കിട്ടണം നമുക്ക് ഒന്നിച്ചു പങ്കുവെച്ചുകൂടെ? ഇങ്ങനെയുണ്ടോ ഒരു അത്യാഗ്രഹം? ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അബു ഉണ്ടാവും കൂടെ. ഇവൻ ഇത് ആർക്കും ഉപകാരമില്ലാതാക്കും. ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയും തന്നെയാണ് എനിക്കും. കുഴപ്പമുണ്ടാവണ കാര്യമാണെങ്കിൽ നമുക്ക് വേണ്ട ആ കാശ്. ഇനി എന്താ ആലോചിക്കാനാ? ആലോചിച്ചിരുന്നു. മിടുക്കന്മാര് ചരക്ക് കൊണ്ടുപോകും. ഇതാണേ പണ്ടുള്ളവര് പറയണത്, എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കണം. ഞാൻ വടി ബാലേട്ടന്റെ തരാം. ബാലേട്ടൻ അങ്ങോട്ട് എറി. അബു വന്നല്ലോ. എന്റെ അബു, ഇവന്റെ കാര്യം വിട്. ഇവൻ അത്രയ്ക്കുള്ള വൈഫവേ ഉള്ളൂ. നീ ഇതുമാതിരി ആയിപ്പോയല്ലോ. ഇതുപോലൊരു ചാൻസ് ജന്മത്ത് കിട്ടുമോ? സംഗതിയൊക്കെ ശരിയാ. എന്നാലും ചെയ്യണതൊരു ചതിയാണെന്ന് ആലോചിക്കുമ്പോ. ചതിയോ? ഇതാപ്പോ നന്നായേ. നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുരങ്കം വയ്ക്കുന്ന കള്ളക്കടത്തുകാരെ പിടിക്കാൻ സഹായിക്കുന്ന എങ്ങനെയാ ചതിയാവുന്നേ? ഇതൊരു സാമൂഹ്യ സേവനം കൂടിയാണ്. കാശിന്റെ കാര്യം വിട്. രാഷ്ട്രബോധമുള്ള ചെറുപ്പക്കാരെന്ന നിലയിലെങ്കിലും നമ്മൾ ഇതിന് അനുവദിക്കാമോ? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തേ? എത്ര മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച് അതിനെക്കുറിച്ച് അവർ വല്ലതും സംസാരിച്ചോ? ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ, അല്ലേ? അത് ശരി. ബെനിഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഒരാളുടെ പേരിൽ വേണോ അതോ രണ്ടാളുടെയും പേരിൽ വേണോ? ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ മതി. ശിവശങ്കരന്റെ ഇനീഷ്യൽ? പി. അഡ്രസ്? സാർ, രഹസ്യമായിരിക്കുമല്ലോ. ഷുവർ. ഫോട്ടോഗ്രാഫർ കം. കുറച്ചിങ്ങോട്ട്, ഇങ്ങോട്ട്. സാർ പ്ലീസ്. സാർ കൂടെ. അമ്മേ, അമ്മേ, പ്രേമേ, അമ്മേ. എന്താടാ? അമ്മേ, എന്താ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. പേടിപ്പിക്കും, ഞാൻ എല്ലാരും പേടിപ്പിക്കും. ഈ പൂക്കാട്ടുശ്ശേരി ശിവശങ്കരന്റെ ഒരു വിലയില്ലേ? ലോട്ടറി വല്ലതും അടിച്ചോ? ലോട്ടറി ആർക്ക് വേണം ലോട്ടറി? അമ്മ ഇനി പാലൊന്നും പുറത്ത് കൊടുക്കണ്ട, നമുക്ക് കുടിക്കാനുള്ള പാലേ ഇവിടെ ഉള്ളൂ. ഈ കാര്യം പറ. അമ്മ ഇത് നോക്കമ്മേ, 1 കോടിയുടെ സ്വർണം പിടിച്ചിരിക്കുന്നു.
ഞാൻ കിട്ടാൻ പോകുന്ന 20 ലക്ഷമാ. 20 ലക്ഷം. എനിക്ക് 10 ലക്ഷം, അബുവിന് 10 ലക്ഷം. എന്റെ ഈശ്വരാ. ഈശ്വരാന്ന് വിളിക്കാതെ അമ്മേ ശിവശങ്കരാന്ന് വിളിക്കേ. കല്യാണം കഴിക്കാൻ റെഡിയാക്കും. അല്ല ഒരു മിനിറ്റ്. അപ്പേ അബു, എന്താ ശിവ? ഇടി നിന്റെ കെട്ടിൽ ലക്ഷം പോകാൻ പോകുന്നു. അബു പിടിച്ചാ 1 കോടിയുടെ സ്വർണം പിടിച്ചു. എന്താണ് പിള്ളേർക്ക് നമ്മുടെ കാലം കഴിഞ്ഞു വയസ്സും ശിവൻകുട്ടിയെ പടച്ച തമ്പുരാനെ ഇത് മുയത്ത ഭ്രാന്തന്റെയാണ് കേട്ടോ. അമ്മേ എടുത്തു വന്നിരിക്കുന്നു. എടുത്തിട്ട് തടി കൂടി വരും കേട്ടോ. മിനിക്കുട്ടിയെ കൊണ്ടുവന്നില്ലേ മോളെ? അവൾക്ക് ക്ലാസ് ഉണ്ടമ്മേ. ഇന്നാള് ബാലേട്ടൻ വന്നപ്പോ ഞാൻ വരാൻ പുറപ്പെട്ടതാ. സമ്മതിക്കണ്ടേ? എനിക്ക് സങ്കടം വന്നു. അത് പിന്നെ അമ്മയുടെ അടുത്ത് വരുമ്പോ 2-3 ദിവസം താമസിക്കാനുള്ള ഒരുക്കത്തിൽ വേണ്ടേ വരാൻ. നീ ഒന്ന് വിട്ടു തന്നെ തിരിച്ചു പോകുമ്പോ ആൾക്കാരെന്ത് പറയും? ഏതായാലും ഇപ്പൊ നിന്റെ സങ്കടം തീർന്നല്ലോ. ശിവൻ എന്തി അമ്മേ? അവൻ കോഴിക്കോട് പോയിരിക്കുക. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നീ? സംഗതി അത് തന്നെയാണല്ലേ? ആ പത്രത്തിൽ വാർത്ത കണ്ടു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്ത പാർട്ടി തന്നെയാണ് പിടിച്ചെന്നറിയില്ലല്ലോ. ഉടനെ പുറപ്പെടണമെന്ന് കരുതിയതാ. പക്ഷെ ഓടിക്കറി വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഈശ്വരാധീനം കൊണ്ട് പുറത്താരും അറിഞ്ഞിട്ടില്ല. സമയത്തിന് ബാലേട്ടന് ഇവിടെ ഉണ്ടായത് ഭാഗ്യായി. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോയി ഇൻഫർമേഷൻ കൊടുക്കാൻ ധൈര്യം ഉണ്ടാവോ? പാവം. കാശെന്ന് കിട്ടും. ചെക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാ പോയേക്കണേ. അബുണ്ട് കൂടെ. ബാലേട്ട ശിവനൊരു പിടിപ്പില്ലാത്തവനാ. കാശ് കിട്ടിയാ ബാലേട്ടൻ തന്നെ ഒരാഴ്ചയും കൂടി ലീവ് എടുത്ത് വിടുമെന്ന് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം. ആ ലീവ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ വരുന്നവരെ ക്ഷമിക്കാൻ തോന്നിയില്ലല്ലോ അവന്. ഇത്രയും കാശ് കൊട്ടിക്ക് എങ്ങനെ കൊണ്ടുവോ? വാ മോളെ. ഈ പെട്ടിയിലൊക്കെ കൂടി കൊണ്ടില്ലെങ്കിലും ഇതുപോലെ വേറെ പെട്ടി ഇവിടെ വാങ്ങിക്കും. നീ 1 ലക്ഷം രൂപ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? യോ ഞാൻ കണ്ടിട്ടില്ല. 25,000 രൂപ വരെ കണ്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എവിടെ? ഞാന് ഒരു ഈ സിനിമയിൽ 21 വാ വാ. നമ്മളോ? അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എവിടെ നോക്കിയാണോ റാസ്കൽസ് പോകുന്നത്? എന്താ പ്രശ്നം? ഒരു പാക്കറ്റ് വിരിസൂടെ ഭാസ്കര. എന്താടാ പേര് കഴിഞ്ഞ പെണ്ണുങ്ങളെമാര് മേലനങ്ങാനൊരു മടി? ആ എത്രയായി? 9 രൂപ സാർ. ചില്ലറ ഇല്ല. ചില്ലറ കാണത്തില്ല. നീ വല്ലതും പറഞ്ഞോ? ഏയ് ആ